ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഹൗ ടു ഗെറ്റ് ടീച്ചിങ് അസിസ്റ്റൻറ്റ് ജോബ്സ് ഇൻ UK. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ആ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ജോബിലേക്ക് എത്തിപ്പെട്ടത് അത് ഞാൻ പറയാം. അതിനുശേഷം ഏതൊക്കെ സൈറ്റ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. അപ്പം എനിക്ക് ഒറ്റ വാക്കി പറയാനാണെങ്കിൽ ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ത്രൂ പ്രോപ്പർ ചാനൽ അങ്ങനെയാണ് എനിക്ക് ആ ഒരു ജോലി കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ UK വന്നിട്ട് ഞാൻ നാട്ടിൽ സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MCA ആണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് UK മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കൊരു 1 ഇയർ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എല്ലാ റിജക്ഷൻസ് ആയിരുന്നു വരുന്നത്. ഞാൻ ഫുൾ IT ആയിരുന്നു നോക്കിയത് ഫസ്റ്റ്, പക്ഷേ എനിക്ക് വന്നത് മൊത്തം റിജക്ഷൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കോൾസും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ നമ്മൾ നിയർ ബൈ സ്കൂളിലേക്ക് കോൾ ചെയ്യും, എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ. അപ്പോൾ അവർ പറയും വേക്കൻസി ആയിട്ടില്ല, അപ്പോൾ വെബ്സൈറ്റ് നോക്ക് എന്നൊക്കെയാണ് അവർ പറയാറ്. അപ്പം നമുക്കൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു എന്താ പറയുക, നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള സ്കൂൾസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ടൈം പോലെ നമ്മൾ എന്താ പറയുക ആ എൻഡ് ഓഫ് ദ ടേം വരുന്ന സമയത്ത് നമ്മൾ കോൾ ചെയ്യുക അവർക്ക് ഏതെങ്കിലും വേക്കൻസി ഉണ്ടോ. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ത്രൂ പ്രോപ്പർ ചാനൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് അവരുടെ സ്കൂൾ വെബ്സൈറ്റിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും. ആ കരിയേഴ്സിൽ പോയി കഴിഞ്ഞാൽ ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിനകത്ത് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് വെബ്സൈറ്റ് ലാസ്റ്റ് പറയാം. അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കീവേഡായിട്ട് ടീച്ചിങ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിയർ ബൈ ലൊക്കേഷൻ്റെ പോസ്റ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ആ പോസ്റ്റ് കോഡിൻ്റെ ഏരിയയിലുള്ള സ്കൂൾസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെയും ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തു. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഒരു 3 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഞാനത് പറയാം. അപ്പോൾ ഇങ്ങനെ 3 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്ന് ഈവനിങ് തന്നെ എനിക്ക് പാസ്സായി, എന്താ പറയുക, ഹയർ ചെയ്തു എന്നും പറഞ്ഞിട്ടൊരു കോൾ വന്നു. അങ്ങനെയൊക്കെയാണ് ത്രൂ പ്രോപ്പർ ചാനൽ വഴിയാണ് നമ്മൾ കയറിയത്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ ലോക്കൽ സ്കൂളിനെ നിങ്ങൾ സമീപിക്കുക, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ കൗൺസിൽ ജോബ് പോർട്ടൽസിൽ കയറിയിട്ട് അതിനകത്ത് ഇങ്ങനെ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ജോബ് വേക്കൻസി അതിൻ്റെ കീവേഡ്സൊക്കെ കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു വഴിയും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ജോബ് ബോർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡീഡ്, റീഡ്, CV ലൈബ്രറി, ദീസ് ആർ ദ മോസ്റ്റ് ജോബ് പോർട്ടൽസ്. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എഡ്യൂക്കേഷണൽ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് പോർട്ടൽസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ടെസ്, ടീച്ച്, ദെൻ ഗവൺമെൻറ്റിൻ്റെ ടീച്ചിങ് വേക്കൻസീസ് government.uk, അത് അങ്ങനത്തെ വെബ്സൈറ്റ് ഉണ്ട്, അതിലും ചെക്ക് ചെയ്യുക. അപ്പോൾ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കോഴ്സ്, ഒരു മിനി കോഴ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ ഞാനൊരു കോഴ്സും ഇല്ലാതെയാണ് ഇവിടെ കയറിയത്. അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ഉള്ളപ്പോൾ കുറച്ച് പ്രിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റി. അപ്പോൾ അതും എനിക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റുഡൻസായിട്ട് നമ്മൾ എന്താ പറയുന്നത്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അതിനകത്തൊരു പ്രയോറിറ്റി നമുക്ക് കിട്ടി. അപ്പം അതും ഒരു ബെനിഫിറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, ഞാൻ സൈറ്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുക്കാം. അപ്പം നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ജോലി ക്രാക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ, എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.